ആണെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഞാൻ ഒരുപാട് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മാതാവ് എന്തായാലും പ്രാർത്ഥിക്കുന്നവർക്ക് എങ്ങനെയെങ്കിലും അടയാളങ്ങൾ കാണിച്ചു കൊടുക്കുന്ന എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരുപാട് വിഷമം വരുന്ന സമയത്ത് ഇവിടെ നിന്ന് കിട്ടിയ കാശ് രൂപം കൈ പിടിച്ച് കരഞ്ഞ് തന്നെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഒരുപാട് അടയാളങ്ങൾ കിട്ടി. എൻ്റെ അമ്മ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ശുശ്രൂഷ ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു ചേച്ചി വരികയും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് പറയുകയും ഈശോ തൊടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കല്യാണം തന്നെ നടക്കുമെന്ന് ഉറപ്പിച്ച് പറയും. അത് ഞങ്ങൾക്ക് തന്നെ വിശ്വസിക്കാവുന്ന രീതി ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങൾ ആ ചേച്ചി ഇങ്ങോട്ട് പറയായിരുന്നു. അങ്ങനെ ഞാൻ അതിൽ പൂർണ്ണമായി വിശ്വസിച്ചു. അങ്ങനെ 3 വർഷം കഴിഞ്ഞു. 3 എന്ന് പറഞ്ഞ സംഖ്യ കാണിക്കുന്നുണ്ടെന്ന് ആ ചേച്ചി പറഞ്ഞായിരുന്നു. അങ്ങനെ 3 വർഷം കഴിഞ്ഞു. ജനുവരി 15 ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ OET ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് ഫാദർ എപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരുപാടൊന്നും ട്രൈ ചെയ്തിട്ടില്ല, പഠിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഓൺലി റൈറ്റിങ്ങിന് മാത്രമാണ് കോച്ചിങ് എടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ സ്പീക്കിങ്ങിൻ്റെ എക്സാമിന് വേണ്ടി പോയപ്പോൾ അവിടുത്തെ എക്സാമിനർ പറഞ്ഞു, നീ വരുമ്പോൾ പ്രത്യേക ഒരു സുഗന്ധത്തിൻ്റെ ഒരു ഇത് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എന്തായാലും എന്നെ കയറ്റി വിടുന്നു. അപ്പോൾ ഇപ്പം ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും OET എനിക്ക് കിട്ടി. ഞാൻ അതിൻ്റെ പ്രോസസ്സിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ എൻ്റെ വീടിൻ്റെ പണി 2 വർഷമായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അത് കംപ്ലീറ്റായി. പിന്നെ എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നു. അത് ഒരുപാട് നാളെ ലാഗ് ആയതുകൊണ്ട് കുറേ ഇൻട്രസ്റ്റ് കൂടി ഒരുപാട് പൈസ ആയിട്ടുണ്ടായിരുന്നു. അത് മാതാവിൻ്റെ സഹായം കൊണ്ട് ഒരുപാട് ഭയങ്കര കുറവിൽ ഞങ്ങൾക്ക് അത് അടച്ചു തീർക്കാനായിട്ട് സാധിച്ചു. പിന്നെ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായിരുന്നു. എൻ്റെ ഫിയാൻസി ആയിരുന്നു അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ അതൊക്കെ എനിക്ക് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനയിൽ ഒരുപാട് ശക്തിപ്പെടാനായിട്ട് സാധിച്ചു. ബൈബിൾ വായിക്കുക, എനിക്ക് പറ്റുന്ന സമയത്തിൽ അവിടെ എനിക്ക് സൗദിയിൽ ഒരുപാട് കുർബാനയ്ക്കൊന്നും പോകാൻ പറ്റില്ലെങ്കിലും മാക്സിമം കിട്ടുന്ന സമയങ്ങളിൽ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുക, അച്ഛൻ്റെ ധ്യാനം കേൾക്കുക, ഇതൊക്കെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഇപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് ഇവിടെ വന്നൊരു സമയം ഉണ്ടായിരുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട്. എൻ്റെ പാരൻസ് ഒരുപാട് സഫർ ചെയ്തിരുന്നു ഈ ചോദ്യങ്ങൾ കാരണം. ഇപ്പം അതിന് എല്ലാത്തിനും ഒരു ഉത്തരം ലഭിച്ചു. ഇപ്പം എനിക്ക് ചിരിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നത് മാതാവ് കാരണമാണ്. പണ്ട് എനിക്ക് മാതാവിൽ അത്ര ഒരു വിശ്വാസമില്ലായിരുന്നു. ഈശോ ഒരുപാട് സ്നേഹിക്കുമെങ്കിലും മാതാവിലൊരു വിശ്വാസം വന്നത് കൃപാസനത്തിൽ ഇവിടെ ഒരു ഉടമ്പടി എടുത്തുകൊണ്ടാണ്. നമ്മൾ വളരെയധികം വിഷമിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കും, ഉടനടി ഉത്തരം നമുക്ക് ഏതെങ്കിലും രീതിയിൽ മാതാവ് എനിക്ക് തരുന്നതായിട്ട് എനിക്കൊരു ബോധ്യം കിട്ടിയിട്ടുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം. പ്രഭാഷകൻ്റെ പുസ്തകം